My topic is instruction decoding and execution. Instruction decoding and execution. Instruction register and instruction decoder എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം ഓഫ് 8085. കഴിഞ്ഞ ദിവസം പഠിച്ച ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം ഓഫ് 8085 ഒരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് ഡീകോഡർ. ഇതിനെപ്പറ്റി വിശദമായിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 8085 ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ഒരു 8085 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നിർദ്ദേശത്തെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ആ ഇൻസ്ട്രക്ഷന്റെ ബൈറ്റ് നമ്മൾ എഴുതി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നിർദ്ദേശത്തിന് ഒരു ബൈറ്റ് ഉണ്ടായിരിക്കും. അത് ഹെക്സാഡെസിമൽ ഫോമിലായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ ബൈറ്റിനെ ഫെച്ച് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ഇരിക്കുന്ന അഡ്രസ് ഏതാണോ ആ അഡ്രസ്സിനെ അഡ്രസ് ലൈൻസിലേക്ക് എടുത്തു വെക്കണം. പുട്ട് ദ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓൺ അഡ്രസ് ലൈൻസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ ഇൻസ്ട്രക്ഷൻ കോഡ്, ആ ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ കോഡ്, അതാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രക്ഷന്റെ കോഡ് അഡ്രസ് ലൈൻസിലേക്ക് എടുത്തു വെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഓപ്പറേഷൻ സ്റ്റാറ്റസ് ലൈൻസിൽ കാണിച്ചിരിക്കണം. എന്ത് ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഓപ്പറേഷൻ സ്റ്റാറ്റസ് ലൈൻസിൽ കാണിച്ചിരിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ഓപ്പറേഷൻ ആണെങ്കിൽ മെമ്മറി ഓപ്പറേഷൻ കൊടുക്കുക, മെമ്മറി റീഡ് സിഗ്നൽ കൊടുക്കുക. എന്നിട്ട് ആ കൊടുത്ത നിർദ്ദേശത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, വലിച്ചെടുക്കുക, കോഡ് ഫെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കോഡിനെ ഫെച്ച് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പുട്ട് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലിരിക്കുന്ന സംഭവം ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് മാറ്റി വെക്കുക. ഡീകോഡർ അതിന് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. ആ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്തതിനു ശേഷം 8085 അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. എക്സിക്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് അതിന്റെ വർക്ക് നടത്തുന്നതായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 8085 ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇനി 8085 ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 4 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഏതാണോ ആ അഡ്രസ്സിന് അഡ്രസ് ലൈൻസിലേക്ക് വെക്കും. എന്നിട്ട് പറയും ഈ അഡ്രസ് കിടക്കുന്ന ആ ഇൻസ്ട്രക്ഷനെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരണമെന്ന് അഡ്രസ് ലൈൻസിനോട് പറയും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പാട് ആ ഓപ്പറേഷൻ സ്റ്റാറ്റസ് ലൈൻസിൽ കൊടുക്കണം. റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ പോകുന്നതെന്നുള്ളത് സ്റ്റാറ്റസ് ലൈൻസിൽ കൊടുത്തിരിക്കണം. മൂന്നാമത് ആ കോഡിനെ ഫെച്ച് ചെയ്യുക. ഫെച്ച് ചെയ്തെടുത്തു അതിനുശേഷം അതിനെ ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പ്ലേസ് ചെയ്യുക. ഡീകോഡർ അതിന് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 8085 അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. അതാണ് 4 സ്റ്റെപ്പ്. അതിൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് എക്സിക്യൂഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പോവുകയാണ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ മൂവ് C, അതായത് മൂവ് മാറ്റുക. അക്യുമുലേറ്ററിലെ വാല്യൂ C എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. ക്യാപിറ്റൽ A റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? അക്യുമുലേറ്ററിലെ വാല്യൂ C എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. അതിന്റെ കോഡ് ഫെച്ച് ആണ് 4H. ഈ ഓപ്പറേഷനെ കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് 4F. മൂവ് C, അതായത് അക്യുമുലേറ്ററിലെ വാല്യൂ C എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കണം. അതിന്റെ കോഡാണ് 4FH. മനസ്സിലായി? നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുമ്പോൾ 8085 പ്രോഗ്രാം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുമ്പോൾ MOV മൂവ് C, A എന്നാണ് എഴുതുന്നത്. അങ്ങനെ ബുക്കിലെ പ്രോഗ്രാം എഴുതും. അതിനുശേഷം 8085 ഒരു കിറ്റ്, ഒരു ബോക്സ് ആണ്. ആ മെഷീൻ നമ്മുടെ കയ്യിൽ, ആ കിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ മൂവ് C, A എന്ന് അതിനകത്തേക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ എഴുതി പ്രോഗ്രാം ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ കീബോർഡ് വെച്ച് എഴുതി കൊടുക്കുന്ന പോലെ ഈ മൈക്രോ പ്രോസസറിന്റെ കിറ്റിൽ എഴുതി കൊടുക്കാൻ പാടില്ല. പകരം 4FH എന്ന് അടിച്ചു കൊടുക്കണം. 4FH എന്ന് അടിച്ചു കൊടുക്കണം. 4FH എന്ന് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ 8085 മനസ്സിലാകും മൂവ് C, A എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇനി മൂവ് C, A എന്ന് പറഞ്ഞാൽ എന്താ? അക്യുമുലേറ്ററിലെ വാല്യൂ എന്താണോ അതിനെ C എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. അക്യുമുലേറ്ററിലെ വാല്യൂ എന്താണോ അത് C എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. നമുക്കറിയാം അക്യുമുലേറ്ററിലെ വാല്യൂ 82H എന്നുള്ള കാര്യം നമുക്കറിയാം. അക്യുമുലേറ്ററിൽ 82H
കിടപ്പുണ്ട്. ആ 82Hനെ സി എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കണം. അതിന്റെ ഓപ്പ് കോഡ് അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷന്റെ കോഡ്, ഓപ്പ് കോഡിന്റെ ഫുൾ ഫോം ആണ് ഓപ്പറേഷൻ കോഡ്. ഓപ്പ് കോഡിന്റെ ഫുൾ ഫോം ആണ് ഓപ്പറേഷൻ കോഡ്. ഈ ഓപ്പറേഷൻ കോഡായ 4F കൊണ്ട് ഉദ്ദേശിക്കണം മൂവ് ചെയ്യിക്കാനാണെന്ന് 8085 മനസ്സിലാക്കും. അക്യുമുലേറ്ററിലെ വാല്യൂ എന്താണെന്ന് നോക്കും. അത് 82H എന്നുള്ള വാല്യൂ അറിയാം, അതിനറിയാം. അല്ലെങ്കിൽ നമ്മളോട് കൊടുക്കുന്നത് നമുക്കറിയാം, 82H എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്, ഇൻസ്ട്രക്ഷൻ എവിടെയാണ് കിടക്കുന്നത്? മെമ്മറി കിടപ്പുണ്ട്. ആ മെമ്മറിയിലെ അഡ്രസ് ലൈൻസിലേക്ക് പുട്ട് ചെയ്യണം. അപ്പോൾ അത് ആദ്യം ചെയ്തു. മെമ്മറിയിൽ നിന്ന് 4Fനെ കിട്ടി. 4F എന്ന് പറഞ്ഞ ഡേറ്റയാണല്ലോ. മെമ്മറി അഡ്രസ് ആദ്യം കൊടുക്കണം, അഡ്രസ് ലൈൻസിലേക്ക് കൊടുക്കണമായിരുന്നു. അഡ്രസ് ലൈൻസിലേക്ക് ഇത് ഈ 4Fന്റെ അഡ്രസ് കൊടുത്തു. 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ 4F കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കൊടുത്തു, മൈക്രോ പ്രൊസസർ കൊടുക്കും. അതിനുശേഷം 4Fനെ മെമ്മറിയിൽ നിന്ന് പിക്ക് ചെയ്തു. 4F ആ അഡ്രസ് 2000 എന്ന് പറയുന്ന അഡ്രസ്സിൽ കിടക്കുന്ന 2000 4F 4F 2001 നമുക്ക് താഴത്തേക്ക് മെമ്മറി ലൊക്കേഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ 2000 കിടക്കുന്ന 4F ആണ്. ഇപ്പൊ 4F എന്നുള്ള വാല്യൂ 2000 എന്നുള്ള മെമ്മറി അഡ്രസ്സിലെ വാല്യൂ ആയി 4Fനെ ഡാറ്റ ലൈൻസിലേക്ക് എടുത്തു വെച്ചു. 4F ഇവിടെ വന്നു. ആ 4F ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് ചെന്നു. ഇതിപ്പോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IRലേക്ക് 4F വന്നു. അതിനെ ഡീകോഡറിലേക്ക് വന്നു. അതിനെ ഡീകോഡ് ചെയ്ത് ആവശ്യത്തിന് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാ? റീഡും റൈറ്റും. ആ കൺട്രോൾ സിഗ്നൽസിനെ കൊടുത്തു. ഇവിടെ വരുമ്പോൾ കൺട്രോൾ സിഗ്നൽസിനെ കൊടുത്തു. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വഴി മൈക്രോ പ്രൊസസറിന് മനസ്സിലായി മൂവ് ചെയ്യിപ്പിക്കാനാണ്, അക്യുമുലേറ്ററിലെ വാല്യൂ സി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി മൈക്രോ പ്രൊസസർ പോയി അക്യുമുലേറ്ററിലേക്ക് നോക്കി. അക്യുമുലേറ്ററുടെ കിടപ്പുണ്ട്. അക്യുമുലേറ്ററിൽ നോക്കുമ്പോൾ അതിലെ വാല്യൂ എത്രയാ? 82H ആണ്. 82 ഹെക്സാഡെസിമൽ നമ്പർ. മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പറിംഗ് സിസ്റ്റം ആണ്. ഹെക്സാഡെസിമൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് 16 ആയിട്ടുള്ളത്. ഒരു സംഖ്യ എഴുതി കഴിയുമ്പോൾ ബേസ് 16 ആയിട്ടുള്ളതാണ് ഹെക്സാഡെസിമൽ നമ്പറിംഗ് സിസ്റ്റം. ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാല്യൂ എഴുതി കഴിയുമ്പോൾ ബേസ് 2 ആയിട്ടുള്ളതാണ് ബൈനറി സിസ്റ്റം. ഇനി ബേസ് 10 ആയിട്ടുള്ളതാണ് ഡെസിമൽ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് 8085 മൈക്രോ പ്രൊസസർ ഇസ് എ ഹെക്സാഡെസിമൽ സിസ്റ്റം ആണ്. അപ്പോൾ 82H ഹെക്സാഡെസിമൽ നമ്പർ ആയ 82H അക്യുമുലേറ്ററിൽ കിടപ്പുണ്ട്. എന്ത് ചെയ്യും? 8085ന്റെ ബസസ് എല്ലാം കൂടെ ഈ 80 അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഈ 82Hനെ എടുത്തുകൊണ്ട് പോയി ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് ഇടും. ടെമ്പററി രജിസ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ടെമ്പററി രജിസ്റ്ററിൽ നിന്ന് വീണ്ടും അതിനെ സി എന്ന രജിസ്റ്ററിലേക്ക് മാറ്റും. ബിയും സിയും ഒരുമിച്ചിടണുണ്ടോ? അങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷന്റെ ബ്ലോക്ക് വരച്ചത്. അപ്പോൾ സി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 82Hനെ കൊണ്ടുപോയി ഇടും. അപ്പോൾ അക്യുമുലേറ്ററിലെ വാല്യൂ എവിടെ വന്നു? സി എന്ന് പറയുന്ന രജിസ്റ്ററിൽ വന്നു. ഒന്നുകൂടെ പറയാം, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ മൂവ് C, A എന്നാണ്. അതിന്റെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് 4F ആണ്. ആദ്യം ഈ 4F 2000 എന്ന മെമ്മറി ലൊക്കേഷനാണ് കൊടുത്തിരുന്നത്. ആ 2000 എന്ന മെമ്മറി ലൊക്കേഷൻ മെമ്മറി അഡ്രസ് ലൈൻസിൽ കൊടുത്തു. അഡ്രസ് ലൈൻസ് നോക്കിയപ്പോൾ 2000 വാല്യൂ എടുക്കണമെന്ന് മൈക്രോ പ്രൊസസർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. 2000 എന്ന 4Fനെ ഫെച്ച് ചെയ്ത് നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടിട്ടു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് അത് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പോയി. ഡീകോഡ് ചെയ്തപ്പോൾ മൈക്രോ പ്രൊസസറിന് മനസ്സിലായി 4F ഉദ്ദേശിച്ചിരിക്കുന്നത് അക്യുമുലേറ്ററിലെ വാല്യൂവിനെ സി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറ്റാനാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ കൺട്രോൾ സിഗ്നൽസ് അതനുസരിച്ച് ജനറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അക്യുമുലേറ്ററിലെ 82H എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നു. അതിനെ ഡേറ്റാ ബസ് വഴി ഇതാണ് ഡേറ്റ 82H 4F പറഞ്ഞ ഡേറ്റയാണ്, അഡ്രസ് അല്ല, ഡേറ്റയാണ്. അപ്പോൾ 82H എന്നുള്ള വാല്യൂവിനെ ആദ്യം ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് കൊണ്ടുവിടും. ആദ്യം ടെമ്പററി രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയതിനു ശേഷം മാത്രമേ അത് വീണ്ടും സി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയിടുകയുള്ളൂ. അക്യുമുലേറ്ററിലെ വാല്യൂ ഇപ്പോൾ എവിടെ വന്നു? സി എന്ന് പറയുന്ന രജിസ്റ്ററിൽ വന്നു. അതായത് മൂവ് C, A ഈ എക്സിക്യൂഷൻ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. മൂവ് C, A എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം
അഡ്രസ് ലൈൻസിൽ നിന്ന് അഡ്രസ് 4Fന്റെ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കി, 8085 മൈക്രോപ്രൊസസർ അത് മനസ്സിലാക്കി 4Fനെ ഫെച്ച് ചെയ്ത് വലിച്ചെടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇട്ടു. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അതിനെ ഡീകോഡ് ചെയ്തു. അതിനാവശ്യമായ കൺട്രോൾ സിഗ്നൽസ് ഒക്കെ കൊടുത്തു. അക്കൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ 82H എന്ന വാല്യൂ കിടപ്പുണ്ടെന്നുള്ള ഒരു മനസ്സിലായി. അതിനെ നേരെ ടെമ്പററി രജിസ്റ്റർ വഴി C എന്ന രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയിട്ടു. ഇതാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. താങ്ക് യു. ഇത് വരച്ചെടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.